മടി കൊടുത്തിട്ട് അടി മേടിക്കാൻ എന്നൊക്കെ പറയില്ല, അതൊക്കെ ഇതിനാണ് പറഞ്ഞത്. ചോദ്യം ചോദിക്കാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ചോദ്യം ചോദിക്കും. അതിനിപ്പോൾ ഇന്ന ചോദ്യം ചോദിക്കണം എന്നൊരു നിർബന്ധമില്ല. കാരണം നിങ്ങളൊക്കെ ഈ വന്നിട്ട് ഇലക്ഷന് പ്രമാണിച്ചിട്ട് വോട്ട് പിടിക്കേണ്ട ഇതിൽ തന്നെയല്ല എല്ലാവരും വന്നിട്ടുള്ളത്. അല്ലാണ്ട് നാട്ടുകാർക്ക് വല്ല പുണ്യകർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതൊന്നുമല്ലല്ലോ, വോട്ട് പിടിക്കാൻ വേണ്ടി വന്നതല്ലേ. അപ്പോൾ അവിടെ ആരും അന്യസംസ്ഥാനത്തുള്ള ആളാണെന്നുണ്ടെങ്കിൽ പോലും അവിടെ ചോദ്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഉത്തരം നൽകാൻ രാഹുൽ ഗാന്ധി അവിടെ ബാധ്യസ്ഥനാണ്. അയാൾ ഇന്ത്യൻ്റെ പ്രതിപക്ഷത്തിരിക്കുന്ന ആളാണ്. അല്ലാണ്ട് കേരളത്തിൻ്റെ മാത്രമല്ല. അപ്പോൾ ഇന്ത്യൻ്റെ പ്രതിപക്ഷത്തിരിക്കണം ഒരാളോട് ഈ ചോദ്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഉത്തരം കൊടുത്തേ പറ്റുള്ളൂ. അതൊരു അന്യസംസ്ഥാന തൊഴിലാളി, അയാൾ ചോദിച്ചതിൽ എന്താ തെറ്റുള്ളത്? കേരളത്തിൽ ഇത്രത്തോളം ഡെവലപ്മെൻറ്റും മറ്റു കാര്യങ്ങളും ഉണ്ട്, അതെന്താ ബംഗാളിലൊന്നും ഇതില്ലാത്തത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കൊടുക്കണം. ചോദ്യം ചോദിക്കുമ്പോൾ ഒരുമാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും മേപ്പോട്ടും നോക്കിയിട്ട് കറങ്ങിക്കളിക്കല്ലേ വേണ്ടത്. എന്നിട്ടിപ്പോൾ അതിന് ഉത്തരം പറയാൻ ഷാഫി പറമ്പിലും എന്താ രാഹുൽ ഗാന്ധിക്ക് എന്താ നാവിന് എല്ലില്ലേ? ഇതൊക്കെ എന്ത് ഗതികേടാണല്ലേ. ചോദ്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉത്തരം പറയാൻ എന്താ മടി? അതിപ്പോൾ എന്താണെന്നുണ്ടെങ്കിലോ എന്താ നിങ്ങൾ ഉത്തരം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന ടൈം ടേബിളും വെച്ചിട്ട് ഇന്ന ചോദ്യങ്ങൾക്ക് മാത്രമേ ഉത്തരം പറയാൻ പാടുള്ളൂ, ഇവിടെ ഇന്ന പരിപാടി മാത്രമാണ് നടക്കുന്നത്, അപ്പോൾ അത് മാത്രമേ പറയാൻ പാടുള്ളൂ എന്ന് വല്ല നിഘണ്ടും ഉണ്ടോ? രാഷ്ട്രീയമാണ്, ജനങ്ങളെ സേവിക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ആര് എന്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരം നിങ്ങളൊക്കെ നൽകിയേ പറ്റുള്ളൂ.